അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ്റെ അനുഗ്രഹീതരായ അടിമകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. കടന്നു വരുന്ന വിശുദ്ധ റമളാൻ മാസം അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അതിനെ ശരിയായി പരിപാലിക്കാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റമളാനുമായി ബന്ധപ്പെട്ട് നാം ഉത്ഭുതരാവേണ്ട ചില വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വിശുദ്ധ റമളാനിൻ്റെ സമാരംഭം അതൊരു വിശ്വാസിക്ക് അങ്ങേയറ്റം സന്തോഷം നൽകുന്നതായിരിക്കണം. ഹദീസിൽ കാണാം, മൻ ഫരിഹ ബിദുഖൂലി റമളാൻ ഹറമല്ലാഹു ജസദഹു അലന്നാർ. ഒരാൾ റമളാനിൻ്റെ സമാരംഭം കൊണ്ട് സന്തോഷപ്പെടുന്നുവെങ്കിൽ അയാൾ അതുകൊണ്ട് വല്ലാതെ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്ന ഒരവസ്ഥ അയാൾക്ക് സംജാതമാകുന്നുവെങ്കിൽ ആ സന്തോഷം തന്നെ അയാൾക്ക് റമളാൻ കൊണ്ട് രക്ഷപ്പെടാൻ അത് തന്നെ മതിയാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. അഥവാ വിശ്വാസി മനസ്സുകൊണ്ട് ഏറ്റെടുക്കുന്ന ഒരു പരിതസ്ഥിതി വിശുദ്ധ റമളാനിനെ സംബന്ധിച്ചുണ്ടാകണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്നത്. രണ്ടാമതായി, വിശുദ്ധ റമളാനിൻ്റെ ബറക്കത്ത് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഹദീസിൽ കാണാം, അത്താക്കും റമളാനു ഷഹ്റുൻ മുബാറക്. നിങ്ങൾക്ക് റമളാൻ ഇതാ വന്നിരിക്കുന്നു, അനുഗ്രഹീതമായ മാസം എന്ന്. അഥവാ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏതു കാര്യങ്ങളിലുമുള്ള അഭിവൃദ്ധിയാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. ആ ബറക്കത്ത് സമാർജിക്കാനുള്ള, അവൻ്റെ ജീവിതത്തിൽ, ആയുസ്സിൽ, അവൻ്റെ ആത്മീയതയിൽ, അവൻ്റെ എല്ലാ കാര്യങ്ങളിലും ബറക്കത്ത് ആർജിക്കാനുള്ള സന്ദർഭമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമളാനിലൂടെ നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊന്ന്, ഈ മാസത്തിലെ നോമ്പ് അത് ഏറ്റവും പ്രത്യേകതയുള്ളതും പ്രാധാന്യമർഹിക്കുന്നതുമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്, ഈ ഉമ്മത്ത് റമളാനിൻ്റെ മഹത്വം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ലതമന്നത് അയ്യക്കൂന സനത്തു കുല്ലുഹാ റമളാൻ, വർഷം മുഴുവനും റമളാനായി മാറാൻ ഈ ഉമ്മത്ത് ആഗ്രഹിച്ചു പോകുമായിരുന്നു, റമളാനിൻ്റെ മഹത്വത്തെ ശരിയാവിധം മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നാണ്. അപ്പം അതുകൊണ്ട് അതിലെ ഒരു നോമ്പ് ലാ യഖ്ളിഹി സൗമുദ്ദഹർ എന്ന് കാണാം. നമ്മളിനി നമ്മുടെ ആയുസ് മുഴുവനും എടുത്ത് നോമ്പനുഷ്ഠിച്ചാലും ആ നോമ്പിന് പരിഹാരമാവുകയില്ല, ആ നോമ്പിന് പകരമാവുകയില്ല റമളാനിൽ നിന്ന് ഒരു നോമ്പ് നമുക്ക് നഷ്ടപ്പെട്ടാൽ. കാരണം അടുത്ത റമളാനിൽ വരുന്നത് ഫർള് നോമ്പുകളാണ്. അതല്ലാത്ത മാസങ്ങളിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പുകൾ റമളാൻ നോമ്പിനോട് തുല്യമാവുക പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് ലാ യഖ്ളിഹി സൗമുദ്ദഹർ എന്നാണ്. കാലം മുഴുവനും നോമ്പെടുത്താലും അതിന് പരിഹാരമുണ്ടാവുകയില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും നിർബന്ധമായും കഴിയുന്നവരൊക്കെയും വിശുദ്ധമായ റമളാനിലെ നോമ്പുകൾ ഖളാ ആകാതെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. ജോലിക്കും മറ്റുമൊക്കെ കഠിനമായ ജോലിക്ക് പോകുന്ന ആളുകൾ, കഠിനമായ ജോലിയാണ്, സാധാരണ ജോലിയല്ല ഉദ്ദേശിക്കുന്നത്, ടാറിങ് പോലെ, അതുപോലെ ശരീരം ഒരുപാട് അവശതയായി പോകുന്ന ജോലിയുള്ള ആളുകൾ, അവർ രാവിലെ നോമ്പ് മുറിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ച് ജോലിക്ക് പോകാതെ അവർ കഴിയും വിധം നോമ്പുകാരായി തന്നെ പോവുകയും അവർക്ക് അങ്ങേയറ്റം അനിവാര്യ ഘട്ടത്തിൽ നോമ്പ് മുറിച്ചാലല്ലാതെ ശരീരത്തിന് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് പേടിച്ചാൽ അവർ ആ സന്ദർഭത്തിൽ നോമ്പ് മുറിക്കാമെന്നല്ലാതെ രാവിലെ ജോലിക്ക് പോകുന്നവർ നോമ്പ് മുറിച്ചവരായ സ്ഥിതിയിൽ, ഈ നോമ്പ് നോക്കാത്തവരായ സ്ഥിതിയിൽ വീട്ടിൽ നിന്ന് പോകാൻ പാടില്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, സ്ത്രീകൾക്ക് അവരുടെ ആർത്തവ സമയങ്ങളിൽ നോമ്പ് പിടിക്കാൻ പാടില്ലാത്തതാണ്. പിന്നീട് അവർ ഖളാ വീട്ടേണ്ടതാണ്. ശാരീരികമായ പ്രയാസം മൂലമോ അല്ലെങ്കിൽ ഗർഭിണികളായ ആളുകൾക്ക് കുട്ടിയുടെ മേൽ പ്രയാസങ്ങൾ ഭയപ്പെടുകയോ ചെയ്താൽ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും നോമ്പ് വിടാവുന്നതാണ്. എന്നാൽ സ്വന്തം ശരീരത്തിൻ്റെ മേലുള്ള ഭയപ്പാടിൻ്റെ പേരിലാണ് നോമ്പ് വിട്ടത് എങ്കിൽ അടുത്ത റമളാനിന് മുമ്പ് അവർ നോമ്പ് ഖളാ വീട്ടിയാൽ മതിയാകും. എന്നാൽ സ്വന്തം വിഷയത്തിൻ്റെ പേരിലല്ല, സ്വന്തം ആരോഗ്യ പ്രശ്നത്തിൻ്റെ പേരിലല്ല, കുട്ടിയുടെ പേരിലാണ് നോമ്പ് വിട്ടത് എങ്കിൽ, കുട്ടിയുടെ ആരോഗ്യ പ്രശ്നം കണക്കാക്കിയാണ് നോമ്പ് വിട്ടത് എങ്കിൽ നമ്മൾ നോമ്പ് ഖളാ വീട്ടുകയും വേണം, ഫിദിയ കൊടുക്കുകയും വേണം. ഫിദിയയായി ഒരു ദിവസത്തിന് 600 ഗ്രാം അരിയാണ് നൽകേണ്ടത്.
ഇത് സാന്ദർഭികമായി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, നോമ്പ് പിടിക്കാൻ കഴിയാത്ത അഥവാ ഭാവിയിലും അടുത്ത റമദാനിലൊന്നും ഇത് നോമ്പ് റമദാനിന് മുമ്പോ ശേഷമോ ഒന്നും നോമ്പ് ഖളാ വീട്ടാൻ കഴിയുമെന്ന് കഴിയുമെന്ന് ഒരു നിലക്കും നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത ആ വിധം ആരോഗ്യസ്ഥിതി പരിതാപകരമായി തീർന്ന ആളുകൾക്ക് അവർക്ക് നോമ്പിന് പകരമായി ഓരോ ദിവസത്തിനും പകരം 600 ഗ്രാം അരി നൽകിയാൽ മതിയാവും. അത് 30 ദിവസത്തേക്കാകുമ്പോൾ 18 കിലോഗ്രാം അരി വരുന്നതാണ്. അതല്ലാതെ ഇപ്പോഴുള്ള ഏതെങ്കിലും അസുഖങ്ങളുടെ പേരിൽ അവർ ആരോഗ്യവാന്മാരാണ്, അടുത്ത വർഷമോ അല്ലെങ്കിൽ അടുത്ത മാസമോ ഒക്കെ നോമ്പനുഷ്ഠിക്കാൻ കഴിയുന്നവരാണെങ്കിൽ അവർ ഫിദിയ നൽകേണ്ടതില്ല. മറിച്ച് അവർ ആ സമയമാകുമ്പോൾ നോമ്പ് ഖളാ വീട്ടുകയാണ് വേണ്ടത്. അവർ നോമ്പ് ഖളാ വീട്ടുക തന്നെ വേണം. ഇത് സംബന്ധമായ വിശദ വിവരണങ്ങളൊക്കെ സംശയമുള്ളവർക്ക് ചോദിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊരു കാര്യം, റമദാനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അസ്സൗമു ലീ വ അനല്ലദീ അജ്സീ ബിഹി. നോമ്പുകാരൻ എന്ന് പറയുന്നത് ഫർളായ നോമ്പനുഷ്ഠിക്കുന്നവൻ, അവനും അവൻ്റെ യജമാനനായ അള്ളാഹുവിൻ്റെയും ഇടയിലുള്ള രഹസ്യമായ ഒരു ഇബാദത്താണത്. കാരണം അത് പ്രകടമായ അടയാളങ്ങളില്ലാത്ത ഇബാദത്താണ്. അത് ആത്മാർത്ഥമായി നമ്മൾ പിടിക്കുക. ഒരിക്കൽ പോലും മറ്റേതെങ്കിലും ലക്ഷ്യത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയല്ലാത്ത മറ്റൊന്നും നമ്മൾ അതിൻ്റെ ലക്ഷ്യമായി കാണാതിരിക്കുക. അള്ളാഹു അതിന് വലിയ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റമദാനിലെ ഇടയത്താഴം എന്ന് പറയുന്നത്. ഇടയത്താഴം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. തസഹറു ഫ ഇന്ന ഫി സഹൂരി ബറക. നിശ്ചയം ഇടയത്താഴം കഴിക്കുന്നതിൽ വലിയ ബറക്കത്തുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാത്രി കൂടുതൽ ഭക്ഷണം കഴിച്ചിട്ട് സുബഹി ബാങ്ക് കൊടുക്കുമ്പോൾ എഴുന്നേൽക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി നമ്മൾ ഇടയത്താഴം എന്നത് നമ്മൾ ശീലമാക്കണം. അത് ഒരുപാട് ഭക്ഷണം അധികമായി കഴിക്കാതെ ചെറിയ തോതിൽ ഭക്ഷണം കഴിക്കുകയും ആ സമയത്ത് ആ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പേരിൽ നമ്മുടെ ഉറക്കച്ചട മാറുകയും നമ്മൾ തഹജ്ജുദ് നിസ്കാരത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ഉണർവ് കിട്ടാനും ഈ നമ്മുടെ ഇടയത്താഴം കഴിക്കുക എന്ന അമൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇടയത്താഴം കഴിക്കുന്നവർ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ ഹയാത്താക്കാൻ വേണ്ടി ഞാൻ ഇടയത്താഴം കഴിക്കുന്നു, നോമ്പിൻ്റെ പകലിൽ ആരോഗ്യം കിട്ടാൻ വേണ്ടി ഞാൻ ഇടയത്താഴം കഴിക്കുന്നു, ആഫിയത്ത് കിട്ടാൻ വേണ്ടി ഇടയത്താഴം കഴിക്കുന്നു. അതുപോലെ മറ്റു മതങ്ങൾക്കും ഒക്കെ നോമ്പുകളുള്ളപ്പോൾ ആ നോമ്പുകളിൽ നിന്ന് നമ്മുടെ നോമ്പിനെ വ്യത്യസ്തമാക്കി നിർത്തുന്നത് ഇടയത്താഴമാണ്. അതുകൊണ്ട് മറ്റു മതങ്ങളോടുള്ള സാംസ്കാരികമായ അല്ലെങ്കിൽ മറ്റു മതങ്ങളോടുള്ള മുഖാലഫത്ത്, അവരോട് എതിരാവുക എന്നുള്ള ആ ഒരു ഉദ്ദേശം കൂടി നമുക്ക് ഇതിൽ കരുതാവുന്നതാണ്. അങ്ങനെ 3 നിയ്യത്തുകൾ ഇടയത്താഴം കഴിക്കുന്നവൻ മനസ്സിൽ കരുതണമെന്ന് കാണാം. എന്തായാലും അത് ബറക്കത്തുള്ളതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ ആത്മീയമായും ശാരീരികമായും മാനസികമായും ഒക്കെ അതിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് ലഭിക്കുമെന്നതിൽ സംശയമില്ല. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്, റമദാനിൽ നാം നോമ്പ് മുറിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ കൂടി നോമ്പ് തുറപ്പിക്കുന്ന ഒരു ശീലം നാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. മഹാന്മാരൊക്കെയും അത് വലിയ കാര്യമായി വളരെ ശ്രദ്ധയോടെ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഫത്തറ സ്വാഇമൻ കാന ലഹു മിസ്ലു അജ്രി. ഒരാൾ ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ അവന് ആ നോമ്പ് തുറക്കുന്നയാളുടെ നോമ്പിൻ്റെ പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം നോമ്പ് തുറപ്പിച്ചവനും ലഭിക്കുന്നതാണ്. ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സ്വാഇമി ഷൈഅ. അത് നോമ്പ് പിടിച്ചവൻ്റെ അഥവാ നോമ്പ് നാം തുറപ്പിക്കപ്പെട്ടവൻ്റെ പ്രതിഫലത്തിൽ നിന്നൊരല്പം പോലും കുറയാതെ നമുക്ക് അവന് കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ തത്തുല്യ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നോമ്പുകാരനായ ഒരാൾ വന്ന് നാം നോമ്പ് തുറപ്പിച്ച ഒരു മനുഷ്യൻ വന്ന് ഭക്ഷണം കഴിച്ച് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സമൃദ്ധി ഉണ്ടാകാനും നമ്മുടെ മക്കൾക്ക് ദീനുണ്ടാകാനും ഒക്കെ അത് കാരണമായി തീരും. അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ നമുക്ക് വർദ്ധിച്ചു കിട്ടാൻ ഒക്കെ അത് കാരണമായി തീരും. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മറ്റൊരു കാര്യം,
തറാവീഹ് നിസ്കാരമാണ്. തറാവീഹ് നിസ്കാരത്തിൻ്റെ കാര്യം പറയുമ്പോൾ വിശുദ്ധ റമദാനിൽ നമുക്ക് കിട്ടുന്ന ഒരു അനുകൂല സാഹചര്യം എന്ന നിലക്ക് നമുക്ക് ഖളാ ഉള്ള നിസ്കാരങ്ങളെ ഖളാ വീട്ടുന്നതിൽ കുറച്ചുകൂടി ഒരു ബദ്ധശ്രദ്ധ പുലർത്തൽ ഈ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഖളാ ആയ നിസ്കാരങ്ങൾ കൃത്യമായി തിട്ടപ്പെടുത്തുകയും അതിൻ്റെ ഖളാഇനു വേണ്ടി സമയം നീക്കിവെക്കുകയും ചെയ്യണം. ഈ സമയത്ത് 3ഉം 4ഉം പത്രമൊക്കെ വായിക്കുന്ന ആളുകളുണ്ടാകും. അതൊക്കെ അത്യാവശ്യമായ വാർത്തകൾ വായിക്കുകയും ബാക്കിയുള്ള സമയം നമ്മുടെ പാരത്രിക ലോകത്തിൻ്റെ വിജയത്തിനു വേണ്ടി നമ്മൾ പണിയെടുക്കേണ്ട ഒരു സന്ദർഭമാണ്. അത് ഉപയോഗപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊന്നാണ് തറാവീഹ് നിസ്കാരം. തറാവീഹ് നിസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ മഹാന്മാരായ മലായിക്കത്തുകളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നും ആ സാന്നിധ്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരിക്കൽ പോലും പരാജയം നമ്മെ ബാധിക്കുകയില്ല എന്നുമൊക്കെ ഹദീസുകളിൽ കാണാം. നമ്മുടെ വീട്ടിൽ സമാധാനമുണ്ടാകാൻ, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാൻ, അവർ സദാചാരബോധമുള്ളവരായിത്തീരാൻ, അവർ നമ്മളെ അനുസരിക്കുന്നവരായിത്തീരാൻ അവരെയും നമ്മൾ തറാവീഹ് നിസ്കാരങ്ങളിൽ പങ്കെടുപ്പിക്കുക. വീട്ടിൽ നമ്മുടെ ഭാര്യമാരോടും അതുപോലെ തന്നെ മക്കളോടുമൊക്കെ നമ്മൾ തറാവീഹ് നിസ്കാരത്തിൻ്റെ മഹത്വം പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അവരോട് ആ സമയം ഈശ കഴിഞ്ഞ സമയം ഭക്ഷണ കാര്യങ്ങളിൽ മുഴുകാതെ പരമാവധി ഇബാദത്തിന് വേണ്ടി നീക്കിവെക്കുന്ന ഒരു ശീലം നമ്മൾ അവരെ ശ്രദ്ധിപ്പിക്കണം. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ, ആത്മീയമായ ഉണർവ് സഹിതം അള്ളാഹുവിനോടുള്ള അടുപ്പം നമുക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പം അതുകൊണ്ട് തറാവീഹ് നിസ്കാരം എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വിത്ർ നിസ്കാരം, തറാവീഹിനേക്കാൾ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് വിത്ർ. അത് തറാവീഹിന് ശേഷമോ അതല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷമോ ഒക്കെ നിർവഹിക്കാവുന്നതാണ്. മറ്റൊന്ന്, വിശുദ്ധ ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെടേണ്ട ഒരു മാസമാണ് വിശുദ്ധ റമദാൻ. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം എന്ന പേരിൽ വിസ്തൃതമാണ് വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഖുർആനുമായി ബന്ധം പുലർത്തുകയും അതിൻ്റെ ഖുർആൻ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആത്മീയമായ അൻവാറുകൾ, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കരുണാകടാക്ഷങ്ങൾ നമുക്ക് ലഭിക്കുകയും അതുവഴി നമ്മുടെ ഖൽബ് നന്നായി കിട്ടുകയും ചെയ്യുമെന്നതിൽ പണ്ഡിതന്മാരൊക്കെ ഐക്യപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഖുർആൻ പാരായണം നടത്തുകയും കുറച്ചെങ്കിലും ഖുർആനിൻ്റെ ആയത്തുകളെ മനസ്സിലാക്കാൻ നമ്മൾ ഈ റമദാനിനെ വിനിയോഗിക്കുകയും ചെയ്യണം. നമ്മൾ സാധാരണ ഓതുന്ന സൂറത്തുകളുടെയോ അല്ലെങ്കിൽ സൂറത്ത് യാസീനിൻ്റെയോ വാഖിഅയുടെയോ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യം മുതൽ ഒരു ജുസ് എങ്കിലും ഞാൻ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഈ മാസം തിരഞ്ഞെടുക്കും, ഇതിനെ ഉപയോഗിക്കും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നാം എത്തേണ്ട മാസം കൂടിയാണ് വിശുദ്ധ റമദാൻ. പിന്നീട് ഖുർആനുമായി നമുക്ക് കൂടുതൽ ബന്ധം സ്ഥാപിക്കാനും ഇത് കാരണമായി തീരുമെന്നതിൽ സംശയമില്ല. അള്ളാഹു അതിനും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മറ്റൊന്ന്, ഏറ്റവും കൂടുതൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ വ്യാപൃതരാകുന്നതോടൊപ്പം തന്നെ ദുഷ്കർമ്മങ്ങൾ വെടിയുക, തിന്മയെ വെടിയുക എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ ആത്മീയ അനുഭൂതി ലഭിക്കണമെങ്കിൽ, അതിൻ്റെ ശരിയായ പ്രതിഫലം ആഖിറത്തിൽ ലഭിക്കണമെങ്കിൽ അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കണ്ണിനും നാവിനും കൃത്യമായ നിയന്ത്രണം നമ്മൾ വരുത്തിയാൽ മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ കാന യൗമു സൗമി അഹദിക്കും ഫലാ യർഫസ് വലാ യസ്ഖബ് ഫൈനിമ്രുൻ ഷാത്തമഹു ഔ ഖാതലഹു ഫല്യഖുൽ ഇന്നി സായിം. റമദാൻ മാസത്തിൽ നിങ്ങളിൽ ഒരുവൻ നോമ്പ് നോക്കുമ്പോൾ മോശമായ ഭാഷാപ്രയോഗങ്ങൾ, അതുപോലെ തന്നെ മോശമായ അധിക്ഷേപങ്ങൾ, കളിയാക്കലുകൾ, ഇതൊന്നും പാടില്ലാത്തതാണ്. ആരെങ്കിലും നമ്മളോട് വഴക്കിന് വന്നാൽ അവരോട് പറയണം, ഞാൻ നോമ്പുകാരനാണ്, എൻ്റെ നോമ്പിൻ്റെ ശോഭ നിങ്ങൾക്കെടുത്തരുത് എന്ന് അവരോട് പറഞ്ഞവരെ മനസ്സിലാക്കി പിന്തിരിപ്പിക്കണമെന്ന് ഹദീസുകളിൽ കാണാവുന്നതാണ്. എന്ന് മാത്രമല്ല, തർക്കങ്ങൾ നമ്മൾ ഒഴിവാക്കണം. ഏത് കാര്യത്തിനും, അറിവില്ലാത്ത കാര്യത്തിലും തർക്കങ്ങളിൽ അകപ്പെടുന്ന ഒരു ശൈലി നമുക്കിടയിൽ വളർന്നു വരുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അതിനെ പരിപൂർണമായും നിരുത്സാഹപ്പെടുത്തുകയും നിരോധിക്കുകയും ചെയ്യുന്ന കാര്യമാണ് അനാവശ്യമായി തർക്കം നടത്തുക എന്നുള്ളത്. തർക്കം അനാവശ്യമായി നടത്തുമ്പോൾ നാഫിആയ ഇൽമ്, ഉപകാരപ്പെടുന്ന ഇൽമ് ഉയർന്നു പോകുമെന്ന് മഹാന്മാരൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തർക്കവിതർക്കങ്ങൾ ഒഴിവാക്കുക. മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി യദഅ തആമഹു വശറാബഹു എന്ന ഹദീസിൽ കാണാം. ഒരാൾ തെറ്റായ വാക്കുകളും അതിനനുസരിച്ചുള്ള പ്രവൃത്തികളും ഉപേക്ഷിക്കാത്ത ഒരാൾ, അയാൾ ഭക്ഷണവും അയാളുടെ പാനീയവും
ഉപേക്ഷിക്കുന്നതിൽ അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അത് അള്ളാഹു സ്വീകരിക്കില്ല എന്ന് തന്നെ ഹദീസുകളിൽ കാണാം. ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണ് വിശുദ്ധ റമദാൻ. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ ഇഅ്തികാഫിന് സമയം ശ്രദ്ധിക്കേണ്ട മാസമാണ് വിശുദ്ധ റമദാൻ. സോഷ്യൽ മീഡിയ ഡയറ്റ് നമ്മൾ പാലിക്കേണ്ട മാസമാണ് വിശുദ്ധ റമദാൻ. കൂടുതലായി നമ്മൾ ഫോണിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ നിന്ന് സമയം ഇബാദത്തുകൾക്കായി നീക്കിവെക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, പാവപ്പെട്ടവൻ്റെ പ്രയാസങ്ങൾ കണ്ട് അവരെ സഹായിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ, അതിന് സഹായം നൽകാൻ, സാമ്പത്തികമായും ശാരീരികമായും സഹായങ്ങൾ ഏർപ്പെടേണ്ട സഹാനുഭൂതിയുടെ മുസാവാത്തിൻ്റെ മാസം കൂടിയാണ് വിശുദ്ധമായ റമദാൻ മാസം. അതുകൊണ്ട് വിശ്വാസികൾക്ക് വലിയ ഉത്തരവാദിത്വവും വലിയ കർമ്മസാഫല്യവും ലഭിക്കുന്ന ഈ വിശുദ്ധമായ റമദാൻ മാസത്തെ ശരിയാവണ്ണം പരിപാലിക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാനുള്ള കൃത്യമായ ആസൂത്രണങ്ങൾ നമ്മൾ നടത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ വിജയത്തിലെത്തിക്കുമാറാകട്ടെ. കൂടുതലായി ഇൽമു പഠിക്കാനും പ്രവർത്തിക്കാനും അത് നാഫിയായി തീരാനും അള്ളാഹു അവൻ്റെ എല്ലാവിധ തൗഫീഖുകളും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ദുആ ഇറക്കുന്നു. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.